പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുവയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന മാലാഖമാരായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണ്ണമായ അപമരത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ ദിവരഹസ്യങ്ങളുടെ പരികരണത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും തന്നെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ.
എന്തുകൊണ്ടാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളിപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവ്വജനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടങ്ങ് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 6, 20 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം: ഈജിപ്തിൽ നമ്മൾ ഫറവോയുടെ അടിമകളായിരുന്നു. തൻ്റെ ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു. നമ്മുടെ കൺമുൻപിൽ വെച്ച് അവിടുന്ന് ഈജിപ്തിനും ഫറവോയ്ക്കും അവൻ്റെ കുടുംബം മുഴുവനും എതിരായി മഹത്വവും ഭയാനകവുമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അനന്തരം നമ്മുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തേക്ക് നമ്മെ നയിക്കാനും അത് നൽകാനുമായി നമ്മെ അവിടെ നിന്ന് കൊണ്ടുപോന്നു. നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും അങ്ങനെ നമുക്കെന്നും നന്മയുണ്ടാകാനും ഇന്നത്തെ പോലെ നാം ജീവിച്ചിരിക്കാനും വേണ്ടി അനുസരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ച ചട്ടങ്ങളാണ് ഇവ. നമ്മുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അവിടുത്തെ മുൻപാകെ ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിച്ചാൽ നാം നീതിയുള്ളവരായിരിക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ
വിശ്വാസം സമർത്ഥമായി വളരുകയും നിങ്ങളേവരും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് സമുചിതമായി നന്ദി പറയുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾക്കുള്ള സഹനശീലവും വിശ്വാസവും നിമിത്തം ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. അതിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിൻ്റെ നീതിവിധിയുടെ തെളിവാണിത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് യാതനകൾ തിരിച്ചു നൽകുക ദൈവനീതിയാണ്. കർത്താവായ ഈശോ തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഇതുവഴി സമാശ്വാസം നൽകും. അപ്പോൾ അവൻ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ ഈശോയുടെ സുവിശേഷം അനുസരിക്കാത്തവർക്കും ശിക്ഷ നൽകും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും അകന്ന് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം വിശ്വസിച്ചതിലൂടെ വിശ്വാസികളായ സകലരിലും അത്ഭുത വിഷയമാകുന്നതിനും ആ ദിവസം കർത്താവ് വരും. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് സദാപുരം നിന്ന് പരിസുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദരായിരിക്കുവാൻ പറഞ്ഞ് അവരെ ശകാരിച്ചു. അവരാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ കടന്നു വന്ന ഈശോ
തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കി ജെറുസലമിലേക്ക് യാത്ര ചെയ്യുകയാണ്. ജെറുസലമിലേക്ക് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞ് യേശു കുരിശിൻ്റെ അരികിലേക്ക് നടന്നു നീങ്ങുകയാണ്. അവസാനത്തെ യാത്രയാണ്. മരണം കൺമുമ്പിൽ കണ്ടുകൊണ്ടുള്ള യാത്ര. അങ്ങനെ ജെറുസലമിലേക്ക് മരണം കൺമുമ്പിൽ കണ്ടുകൊണ്ട് കുരിശിൻ്റെ അരികിലേക്ക് നടന്നു പോകുന്ന, ക്രൂശിതനാകാൻ പോകുന്ന ക്രിസ്തുവാണ് ആ വഴിയരികിൽ ഒരു അന്ധനെ കണ്ടുമുട്ടുന്നത്. അന്ധൻ്റെ അന്ധരംഗം കർത്താവ് തിരിച്ചറിയുകയാണ്. ഈ അന്ധൻ ഭിക്ഷയാചിച്ച് വഴിയരികിൽ ഇരിക്കുന്നവനാണ്. കുരുടനാണ്, ഭിക്ഷക്കാരനാണ്, രണ്ടുമാണവൻ. കുരുടനാണ്, ഭിക്ഷക്കാരനാണ്, ഇരിപ്പിടത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് ജനക്കൂട്ടത്തിൻ്റെ ആരവം, ആൾക്കൂട്ടത്തിൻ്റെ ആരവം. ആ കോലാഹലങ്ങൾക്കിടയിൽ, കലഹങ്ങൾക്കിടയിൽ അവൻ കേട്ടു, നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നതെന്ന്. കാരണം അവൻ ഉച്ചത്തിൽ ചോദിച്ചു, ആരാണ് ഈ വഴിയിലൂടെ കടന്നു പോകുന്നത്? കാരണം അവന് കൈനീട്ടാൻ വേണ്ടിയാണ്. കൈനീട്ടാൻ ആരാണ് കടന്നു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നത്. ഒന്ന് മിഴികളടച്ച് ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നത്. അപ്പോഴാണ് അവൻ ഉച്ചത്തിൽ പറഞ്ഞത്, നസ്രായനായ യേശുവേ എന്നല്ല വിളിച്ചത്, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. അന്നോളം ജെറിക്കോയുടെ ആ തെരുവീതിയിലിരുന്ന് ആ കുരുടനും ഭിക്ഷക്കാരനുമായ ആ പാവപ്പെട്ട അന്ധന്റെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ ആ വാക്കുകൾ പ്രാർത്ഥനകളായി ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഇന്ന് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജെറിക്കോയുടെ പട്ടണത്തിൽ ആ തെരുവേദിലിരുന്ന് പാവപ്പെട്ട അന്ധൻ കനിവോടിനു വേണ്ടി കനിയണമേ എന്ന് യാചിച്ച മനോഹരമായ പ്രാർത്ഥന ഒരു സങ്കീർത്തനം പോലെ ഇന്ന് ആയിരങ്ങൾ, പതിനായിരങ്ങൾ വിശ്വാസികൾ ഏറ്റുചൊല്ലുന്നു ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിന്ന്. ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് മനോഹരമായ പ്രാർത്ഥന. യേശു അവിടെ നിന്നു. വിശേഷം പറയുക, അവിടെ നിന്നു. 39-ാം തിരുവചനത്തിന്റെ അവസാനത്തെ വാക്ക് സുവിശേഷം പറയുന്നു, അവിടെ നിന്നു. ആരവങ്ങൾക്കിടയിൽ കൂടെ ഒരുപാട് ജനമുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ ഒരു അന്ധന്റെ നിലവിളി യേശുവിന്റെ ഹൃദയത്തിൽ തട്ടുകയാണ്. ആ ആലംബഹീനന്റെ ഒരു നിലവിളി യേശുവിന്റെ കണ്ണിൽ കണ്ടു, കാതിൽ കേട്ടു, ഹൃദയത്തിൽ മാറ്റലുകൊണ്ടു. അവൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ വേണം, അവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ. ആൾക്കൂട്ടത്തിനിടയിൽ നെഞ്ചു പിടയുന്ന അവന്റെ വേദനയുടെ സ്വരം യേശു കേട്ടിട്ട് പറയാണ്, അവിടെ നിൽക്കുകയാണ്. ആൾക്കൂട്ടത്തിനിടയിൽ ഒരു മനുഷ്യന്റെ നിലവിളിക്ക് വേണ്ടി അവൻ അവിടെ നിന്നിട്ട് അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നപ്പോൾ അവനോട് ചോദിക്കുക, എന്താണ് നിനക്ക് വേണ്ടത്? സാധാരണഗതിയിൽ ചോദിക്കാൻ പാടില്ലാത്ത അന്ധനെ കാണുമ്പോൾ ഭിക്ഷക്കാർക്ക് നമുക്കറിയാം എന്താ കൊടുക്കേണ്ടത്. 50, 100, 10, 5 രൂപ കൊടുത്ത് പറഞ്ഞു വിടേണ്ടതാണ്. അപ്പോഴാണ് യേശു ചോദിച്ചത്, എന്താണ് നിനക്ക് വേണ്ടത്? അപ്പോഴാണ് അവന്റെ ഒരു ഉത്തരം, മനോഹരമായ ഉത്തരമാണ്. അവന് കാഴ്ച വീണ്ടും കിട്ടണം. വിശുദ്ധ ഗ്രന്ഥം കണ്ണു തുറന്നൊന്ന് വായിക്കുക. കാഴ്ച വീണ്ടും കിട്ടണം. അപ്പോൾ അവന് നേരത്തെ കാഴ്ചയുണ്ടായിരുന്നു. പ്രപഞ്ചം കണ്ടവൻ, മനോഹരമായ ഈ പ്രപഞ്ചത്തിന്റെ മനോഹാരിത മുഴുവൻ കണ്ടവനാണവൻ. അവൻ ഒരു നാൾ ഏതോ അസുഖം പ്രാപിച്ച് അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ ജന്മന അന്ധനല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ പ്രാർത്ഥിച്ചേനെ, കർത്താവേ എനിക്ക് കാഴ്ച തരണമേ എന്ന് പ്രാർത്ഥിച്ചേനെ. പക്ഷെ അവൻ പറഞ്ഞത്, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമെന്നാണ്. വീണ്ടും കിട്ടണമെന്ന പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഈശോ പറഞ്ഞത് വീണ്ടും കിട്ടണമെന്നല്ല, വീണ്ടും നിനക്ക് കാഴ്ച തരുന്നു എന്നല്ല പറഞ്ഞത്. ഈശോ പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. പഴയ കാഴ്ച വേണ്ട മോനെ, എനിക്കിനി പഴയ കാഴ്ച ഒന്നും വേണ്ട, പുതിയ കാഴ്ച തരികയാണ് ഞാൻ. നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. വീണ്ടും കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞവനോട് ഈശോ പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ,
പുതിയ കാഴ്ച. കുരിശിലേക്ക് നടന്നു നീങ്ങുന്ന, ക്രൂശിക്കപ്പെടാൻ പോകുന്ന യേശുവിനെ അനുഗമിക്കാനുള്ള കണ്ണിന്റെ ഉൾക്കാഴ്ച, അകക്കണ്ണിന്റെ കാഴ്ച, കാഴ്ചപ്പാടിന്റെ കാഴ്ച കൊടുത്ത് യേശു അവന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചപ്പോ അവൻ യേശുവിന്റെ അകലാത്ത അനുഗാമിയായി കുരിശിലേക്ക് നടന്നു പോകുന്ന, ക്രൂശിതനാകാൻ പോകുന്ന യേശുവിന്റെ പിന്നാലെയായി അവന്റെ യാത്ര. ഭാരതത്തിന്റെ അപ്പസ്തോലൻ എന്ന നാടകത്തില് ഈ അന്ധനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ അവന്റെ ജീവിത രീതി പറയുകയാ, അന്ധന്റെ ആകെ രൂപം പറയുകയാ. വർണ്ണങ്ങളില്ലാത്ത ലോകം, വസന്തങ്ങളില്ലാത്ത ലോകം, സൂര്യനുദിക്കാത്ത ലോകം, ഇതാണ് ഈ അന്ധന്റെ ലോകം. അവന്റെ ജീവിതത്തിൽ വർണ്ണങ്ങളില്ല, വസന്തങ്ങളില്ല, സൂര്യനില്ല, സൂര്യപ്രകാശമില്ല, ഇരുട്ട് മാത്രം. അന്ധനാമന്റെ ലോകം. അങ്ങനെയുള്ളവന്റെ അടുകിലേക്കാണ് ഈശോ പറഞ്ഞത്, ഇതാ വർണ്ണം, ഇതാ വസന്തം, ഇതാ പ്രകാശം. മാർപ്പാപ്പ വത്തിക്കാനിലെ ജനസഹസ്രങ്ങൾ നോക്കി നിൽക്കെ ഈ സുവിശേഷം വായിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ധർമ്മം കൊടുക്കാറുണ്ടോ? ആളുകൾ ഉച്ചത്തിൽ പറഞ്ഞു, ധർമ്മം കൊടുക്കാറുണ്ട്. ധർമ്മം കൊടുക്കാൻ വരുമ്പോൾ അവന്റെ കണ്ണിലേക്ക് നോക്കാറുണ്ടോ? നിശബ്ദത. അവന്റെ കരങ്ങളിലേക്ക് നോക്കാറുണ്ടോ? നിശബ്ദത. എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞു, ആ കരങ്ങളിലേക്കൊന്ന് നോക്കണം. നിങ്ങളുടെ നേർക്ക് ധർമ്മം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, യാചിക്കുന്ന കരങ്ങളിലേക്ക് നോക്കണം. അത് യേശുവിന്റെ ശരീരമാണെന്ന്, അത് യേശുവിന്റെ കരമാണെന്ന് തിരിച്ചറിഞ്ഞ് പരോന്മുഖതയുടെ പരകോടിയിലെത്തിയ ക്രിസ്തുവിനെ കൺകുളിർക്കെ കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യവാൻ. യേശു കുരിശിലേക്ക് നടന്നു പോകുമ്പോഴും അവന് വേദനിക്കുന്നവർ ആലംബകീനർക്ക് അത്താണിയായി. അവൻ പരമോന്മുഖതയുടെ പരകോടിയായി ആ അന്ധനെ സാധ്യതകളുടെ കൊടിമുടിയിലേക്ക് കൈപിടിച്ചുയർത്തിയിട്ട് അവൻ്റെ കുറവിനെ നിറവാക്കിയിട്ട് അവൻ്റെ പരിഭവത്തെ പ്രാർത്ഥനയാക്കിയിട്ട് അവൻ്റെ അസാധ്യതയെ സാധ്യതയാക്കിയിട്ട് യേശു കുരിശിനരികിലേക്ക് നടന്നു പോവുകയാണ്. പക്ഷേ ഈ ജനക്കൂട്ടം അവനെ തടഞ്ഞു. നമ്മളാരും യേശുവിനെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് തടസ്സമാകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ പങ്കുവെച്ചു കൊടുക്കുന്ന ബലിവേദിയാകണം നമ്മൾ. നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരും, കുഞ്ഞുങ്ങൾ എല്ലാവരും യേശുവിനെ പങ്കുവെച്ചു കൊടുക്കുന്ന ബലിവേദിയാകണം. അതിന് കടന്നു പോകുന്ന ഈ കുർബാനയിൽ ഈശോ കടന്നു പോകുന്ന വഴിയാണ് വിശുദ്ധ കുർബാന. അവിടെ നിന്ന്, ഈ കടന്നു പോകുന്ന വഴിയിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് കാഴ്ച കിട്ടണം, എനിക്ക് വീണ്ടും കാഴ്ച കിട്ടണം. ഈ കുർബാനയിൽ യേശു നമ്മുടെ ഹൃദയത്തോട് പറയും, നിനക്ക് കാഴ്ചയുണ്ടാകും. കുരിശിലേക്ക് നോക്കാൻ, ക്രൂശിതനെ നോക്കാൻ, കാഴ്ചപ്പാട് ലഭിക്കാൻ, യേശുവിൻ്റെ അകലാത്ത അനുഗാമിയായി മാറാൻ, അകക്കണ്ണുകൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന, കണ്ണുകൾക്ക് കാഴ്ചപ്പാട് നൽകുന്ന, അന്ധന്റെ അന്തരംഗം കണ്ട യേശു ആ തൃക്കരം നീട്ടി നമ്മളെയും ആശീർവദിക്കണമേ എന്ന്. ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമേ എന്ന് ഈ ബലിവേദിയിൽ വെച്ച് 33 വയസ്സുള്ള കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ മിഴിപൂട്ടിയ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങേ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അങ്ങയുടെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ,
വിധി ദിവസത്തിൽ മഹത്വപൂർണനായി അങ്ങ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ അങ്ങേ എതിരേൽക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിസപിത മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയും മാർ ആന്റണി മെത്രാനെയും മറ്റുള്ള മെത്രാന്മാരെയും സഭാധ്യക്ഷരേവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായ മിശിഹായി അങ്ങ് കുരിശടയാളത്തോടു കൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ അങ്ങയുടെ വലതുഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു നിമിഷം കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് അന്ധന്റെ വിളിയും നിലവിളിയും നിലനിൽക്കുന്ന ആ നിലവിളിക്ക് യേശു അനുഗ്രഹാശിസുകൾ നൽകി ആശീർവാദം നൽകി. ദാവീദിന്റെ പുത്ര, എൻ്റെ വീട്ടിലേക്ക് നീ വരണമേ. ദാവീദിന്റെ പുത്ര, എൻ്റെ സങ്കടങ്ങളിലേക്ക് നീ വരണമേ. ദാവീദിന്റെ പുത്ര, എൻ്റെ സന്തോഷങ്ങളിലേക്ക് നീ വരണമേ. ദാവീദിന്റെ പുത്ര, എൻ്റെ അസാധ്യതകളിലേക്ക് നീ വരണമേ. ദാവീദിന്റെ പുത്ര, എൻ്റെ ജീവിത പ്രാർത്ഥനകളിലേക്ക് നീ വരണമേ. എൻ്റെ സ്വപ്നങ്ങളിലേക്ക് നീ വരണമേ. എൻ്റെ പഠന മേഖലകളിലേക്ക് നീ വരണമേ. എൻ്റെ രോഗങ്ങളിലേക്ക് നീ വരണമേ. എൻ്റെ മക്കളിലേക്ക് നീ വരണമേ. ജീവിത പങ്കാളിലേക്ക് നീ വരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്നവൻ, എനിക്ക് വേണ്ടി നിന്നവൻ, അന്ധന് വേണ്ടി നിന്നവൻ, എത്ര ആൾക്കൂട്ടത്തിനിടയിലും ആലംബഹീനരുടെ കണ്ണിൽ കണ്ണുനീരോടെ നെഞ്ചിൽ തീയോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ക്രൂശിതനായ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, കടന്നു വരണമേ. ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ഈ വിശുദ്ധ ബലി യേശു കടന്നു പോകുന്ന വഴിയാണ്. ഈ കടന്നു പോകുന്ന വഴിയിൽ കാത്തു നിൽക്കുന്നവരാണെന്ന് നമ്മുടെ ഇരിപ്പിടത്തിൽ നിന്ന്, നമ്മുടെ നിൽക്കുന്ന ആ വഴിയിൽ നിന്ന്, ഈ ദേവാലയത്തിൽ നിന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, യേശുവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന്. സ്ഥലത്തിന്റെയും നാഥായനേക്കും സ്ഥലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സംസ്കാരത്തിന്റെയും ധാരണത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത ശിവ തന്റെ കൃപയാലും അനുഗ്രഹത്താലും
ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കൽപ്പനയനുസരിച്ചും ഉദ്ഭവമായ രണ്ടാമത്തെ ആഗമനം വരെ പരിശുദ്ധ ബലിപീഠത്തിന്മേൽ സുപ്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയൗസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സദൃശമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും ഏകാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരനായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവമുള്ള സത്യദൈവവും പിതാവിനോടുള്ള സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചത്തെ സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സാഹിത്യവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലടങ്ങും മാമോദീസായും ശരീരത്തിൽ ഉയർപ്പും നിത്യായുസ്സത്തിലേക്ക് വരികയും ചെയ്യുന്നു. ആമേൻ. ആശീർവദിക്കണമേ. എന്റെ സഹോദരന്റെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ വീക്ഷണം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സമൃദ്ധമായ കൃപകളെ കുറിച്ച് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പ്രിയപുത്രന്റെ ശരീര രക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളുടെ അർപ്പകനാകുവാൻ പാപികളായിരുന്നു ഞങ്ങളെ അവിടുന്ന് സ്നേഹാദ്രികത്താലോഗ്യരാക്കി. അവിടെ നൽകുന്ന ദിവദാനം ഉറച്ച വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സർവ്വതിനെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ, ഞങ്ങളിൽ കനിയണമേ എന്ന പ്രാർത്ഥനയോടെ ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. അരൂപികളായിരമായി
പഠിപ്പിച്ചതുപോലെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർബലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്കു കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടെ അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാസയെടുത്തു, കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. അങ്ങ് ഞങ്ങൾക്കെതിരെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. ശുദ്ധനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിമാരും ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാമദ്രൂപതാധ്യക്ഷനുമായ കർദിനാൾമാർ ജോർദാൻ സൃഷ്ടിമിത്രാപരതയ്ക്ക് വേണ്ടി മറാൻറ്റണി മിത്രാപരതയ്ക്ക് വേണ്ടി മറ്റുള്ള രൂപതാമർദ്ദന്മാർക്ക് വേണ്ടി മിത്രാന്മാർക്ക് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ സമർപ്പിതരന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരി എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ നിധിപൂർവ്വം ജപിച്ച എല്ലാ മക്കൾക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തുകൊണ്ട് ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ആരാധന സമൂഹത്തിന് വേണ്ടിയും ദൈവമേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ദൂരദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയും അവരുടെ സൗഖ്യത്തിന് വേണ്ടിയും ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകമാവിധം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ യാചിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും അവരുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പകർച്ചവ്യാധി മൂലം ഞങ്ങൾക്ക് ചുറ്റും വേദന അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും ആദര ശുശ്രൂഷ രംഗത്ത് സമർപ്പണ ബുദ്ധിയോടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നിയോഗങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ പിതാവിന്റെയും മാധ്യസ്ഥം നിന്ന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയും ദൈവകരുണയുടെ ആശീർവാദം അനുഗ്രഹം നിന്ന് മാരകമായ പകർച്ചവ്യാധികളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും എന്നും എപ്പോഴും അങ്ങയുടെ കൃപയാൽ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കരയണമേ എന്ന പ്രാർത്ഥനയോടെ അങ്ങ് കടന്നു പോകുന്ന ഈ വിശുദ്ധ ബലിയിൽ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും സമർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരും പാപികളുമായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന അങ്ങേ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ഇപ്പോൾ അവിടെ നിന്ന് ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് എന്തും കടകടപൂർത്തിക്കും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ തിരുനാമത്തിനെന്നും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങേ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ തിരുനാമത്തിനെന്നും സ്തുതിയും നാദരാങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഇപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നിർവ്വന സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവൻ കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ സമാധാനവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ ശാന്തിയും തന്നനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ വിശദീകരിക്കുന്ന അമൂല്യമായ ശരീരത്തിൽ നൽകപ്പെടുന്നു. സകലത്തിന്റെ നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് നമുക്ക് പാടി സ്തുതിക്കാം. പാപമോചനത്തിനായി ഇതാ സകല ജനങ്ങൾക്കും സ്വർഗീയപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് മാർഗമാരോടത്ത് അവിടുത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. നമ്മെ ജീവനുള്ള വിശ്വസിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നമ്മളവരും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും കടകളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ.
പരിശുദ്ധാത്മാവിന്റെ കൃപാവനത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമർപ്പിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃത്യതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് അങ്ങ് ശക്തി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സ്വർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ ദിവരഹസ്യങ്ങൾ വഴി അങ്ങയുടെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന അങ്ങയുടെ തിരുശരീരങ്ങൾ വഴി നിത്യ സൗഭാഗ്യത്തിൽ അങ്ങയോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ ഉഗ്രാക്കേണമേ. സകലത്തിനെയും നാഥായ നയിക്കും. സുദീർഘവും പരിശുദ്ധവും ജീവദായകവുമായ തിരുശരീര രക്തങ്ങളുടെ പരികർമ്മം വഴി അങ്ങയുടെ മഹത്വത്തിൽ നമ്മെ പങ്കാരാക്കിയ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, ദൈവരാജ്യത്തിനു വേണ്ടി പീഡകളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോൾ നഷ്ടധൈര്യരാകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവിടുന്ന് നമുക്ക് കൃപ നൽകട്ടെ. കർത്താവിന്റെ പരിപാലനയാൽ നാം സംരക്ഷിക്കപ്പെട്ടവരെ നമ്മുടെ മേൽ അവിടുത്തെ കൃപാവരം ചുരിയട്ടെ. അവിടുത്തെ കുരിശിനാൽ രക്ഷിക്കപ്പെട്ട നമ്മിൽ അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും വർഷിക്കട്ടെ. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രന്റെ തൃക്കരം നീട്ടി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ ഇപ്പോൾ ആശീർവദിക്കണമേ. പരിശുദ്ധ മാതാവിന്റെ വിശുദ്ധ പിതാവിന്റെ മാധ്യസ്ഥത ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ദൈവകരുണയുടെ ആശീർവാദവും അനുഗ്രഹവും നൽകി മാരകമായ പകർച്ചവ്യാധികളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിന്റെ കൃപയാൽ കാത്തു സംരക്ഷിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്ഥേ. കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇങ്ങനെ ബലിയർപ്പിക്കുവാൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്